അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ബാങ്ക് ഇഖാമത്തിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമുക്ക് കഴിഞ്ഞത്. ഒരു കാര്യം പറയാനുള്ളത്, ബാങ്ക് കൊടുത്തിട്ട് ചില സാധാരണക്കാർ നിസ്കരിക്കുന്നതാണ്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മാ വസ്സലാത്തുൽ ഖായിമത്ത് എന്നിട്ട് പിന്നെ അല്ലാഹു അക്ബർ ഇഖാമത്ത്. ബാങ്കും ഇഖാമത്ത് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടും കഴിഞ്ഞിട്ടൊരു ദുആ മതി. ബാങ്ക് കുറച്ച് സുന്നത്തുൽ നിസ്കരിച്ച് പിന്നെയാണ് ഇഖാമത്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ട് ദുആ. സാധാരണക്കാർ ബാങ്ക് കൊടുത്ത് ദുആ കഴിക്കുക, എന്നിട്ട് പിന്നെ ഇഖാമത്ത് അതിനാവശ്യമില്ല. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിൽ എപ്പോഴും ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. ബാങ്ക് കൊടുത്ത ആയത്തുൽ കുർസി ഓതുക. ബാങ്കിൻ്റെ സമയത്ത് ശബ്ദിക്കുന്നതും സംസാരിക്കുന്നതും ഞാൻ ക്ലാസ്സിൽ ഉണർത്തിയിട്ടുണ്ട്. ഇത് ആവർത്തിച്ച് പറയുന്നത് ക്ലാസ്സും ബാദും ഉറുദിയും ദിക്റുകൾക്കൊക്കെ ഉണ്ട്. ഒരു ചെറിയ സുന്നത്ത് പോലും പ്രവർത്തിയെ വരുന്ന കാണില്ല. അതുകൊണ്ടാണ് ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേൾക്കുന്നത് അതിലവരെ ദിക്റിനും ബാദുകൾക്കും ദിക്റുകൾക്കും തൗബക്കുന്നു വേർക്കെല്ലാം ആൾ പോകുന്നുണ്ട്. ആ വെള്ളിയാഴ്ച സലാത്തിന് ആളെ തീരെ കാണാനില്ല. സലാത്തിൻ്റെ വാർഷികം ഉണ്ടാവും, അത് നടത്തിയ മാസം സലാത്തിന് തീരെ വെള്ളിയിലാളില്ല. പിന്നെ എന്താണ് ഇതൊക്കെ ഇവിടെ പോകുന്നത്? ഈമാൻ ഉണ്ടായില്ലാത്തതിൻ്റെ കുറവാണ്. നമുക്ക് ഈമാൻ പുതുക്കണം. അതുകൊണ്ട് പറയുന്ന വിശ്വാസം വേണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അതുപോലത്തെ പ്രധാന ഒരു ഭാവമാണ് എന്ന് തുടങ്ങുന്നത് ജമാഅത്ത്. ഞാൻ മുഖവര പറഞ്ഞത് ജമാഅത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ശറഈ പ്രോത്സാഹനം കൽപ്പിച്ചതിലല്ല ഇന്നത്തെ തലമുറയുടെ ഈ കൂടുതൽ ആവേശം കാണുന്നത്. ഇഹ്യാഉ സുന്നത്തിൻ ഖൈറും മിൻ ഇഹ്ദാസി ബിദ്അ എന്നൊരു പൊതു നിയമമുണ്ട്. ഒരു സുന്നത്ത് ഹയാത്താക്കലാണ് പുതിയ ബിദ്അത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്. ബിദ്അത്ത് എല്ലാം ദലാലത്തല്ല, നല്ല ബിദ്അത്തും ഉണ്ട്. റസൂലിൻ്റെ കാലത്ത് ഇല്ലാത്ത പുതിയ നല്ലതുണ്ട്. നമ്മുടെ മദ്രസ, യതീംഖാന, കോളേജുകൾ, ഇതൊക്കെ നബിൻ്റെ കാലത്തുണ്ടായില്ല. അത് പുതിയതാണ്. എന്നാൽ പുതിയ അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള സുന്നത്ത് ഹയാത്താക്കലാണ്. എന്തെല്ലാം ഞാനിത് പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ മുഖവരിയായിട്ടുണ്ട്. ദിക്ർ ഹൽക്കയിൽ ഇന്നെന്തോ ലക്ഷങ്ങൾ കൂടുന്ന കാണുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വാർഷികവും ഇതിൻ്റെ ഉദ്ഘാടനവും തുടക്കവും അവഹള മുഴുവനേ കേൾക്കാനുള്ളൂ. അതെല്ലാം കേട്ടിട്ടും പള്ളിയിലുള്ള സലാത്തിനോ ഹദ്ദാദിനോ നാലാടിരിക്കുന്ന അവസ്ഥയില്ല. ഫാത്തിഹ കഴിഞ്ഞ് ഹഷാഗ് നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദിന് ഫാത്തിഹ വിളിക്കുമ്പോൾ മഴയും ഇടുങ്ങി വരുന്നു. എന്നാലും കുടയില്ലാതെ ആൾ പുറത്തേരിക്കുക, ഹദ്ദാദിൻ്റെ സ്ഥലത്തിരിക്കുന്നില്ല. എന്താ ഇത് തകരാറ്? ഇതെന്തുകൊണ്ട് പറ്റി? ഈ കേൾക്കുന്ന ഇതൊന്നും ഈമാൻ നമുക്കില്ല. മറ്റേ എന്തോ ചില ആയിരക്കണക്കിന് കുറേ മുത്തായി ആളിനും കൂടി പായലാക്കി പറഞ്ഞാൽ എന്തല്ലോ വിസയും മക്കൾ കൂട്ടിയുണ്ടാവരും, എന്തല്ലോ ദുന്യവ്യായ കാര്യം കിട്ടി ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നു, എന്തോ ഒരു അങ്ങനെ ഒരു വിശ്വാസം വേണ്ടപ്പെട്ടയില്ല. അതുകൊണ്ട് അതിൽപ്പെട്ടതാണ് സലാത്തുൽ ജമാഅത്ത്. ഇത്തക്കൽ മഹാരിമത്ത് കുന്നഅബദന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എടോ നീ ഹറാമുകളും വേണ്ടാത്തതെല്ലാം ഒഴിവാക്കിയാൽ നീ തന്നെ ഏറ്റവും വലിയ ആബിദ്. ശറഅ് അള്ളാഹു നബിയും കൽപ്പിച്ച് കാണിച്ചാതിയുണ്ടല്ലോ. 5 വഖത്ത് ജമാഅത്ത് ഒരു മനുഷ്യൻ ശരിക്കും പതിവാക്കുകയാണെങ്കിൽ പിന്നെ ഓനിക്ക് കുറേ ദിക്ർ കളിക്കൊന്നും വേണ്ട. ഓനിക്ക് കുറേ ദിക്ർ കളിക്കും കൂട്ടുതുമായി ഒന്നും ആവശ്യമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു അവസരം സുബ്ഹി നമസ്കാരത്തിന് ജമാഅത്തിന് പോയപ്പോൾ സുലൈമാൻ ബിൻ അബീ ഹദമത്തി എന്ന് പറയുന്ന സഹാബിനെ കാണാനില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വീട്ടിൻ്റെ വാതിൽക്കലേക്ക് പോയി ഉമ്മാനോട് ചോദിക്കുന്നു, അല്ല ഉമ്മ, നിങ്ങളെ മകൻ സുലൈമാൻ എന്താണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തില്ലാതിരുന്നത്? അപ്പോഴാണ് ഉമ്മ പറയുന്നത്, മകൻ രാത്രി ദിക്റുകൾക്കൊക്കെ പോയതൊന്നുമല്ല, ഗാനമേളക്ക് പോയതുമല്ല, ഇന്നലെ രാത്രി കുറേ അധികം സുന്നത്ത് നിസ്കരിച്ച് ഉറക്കുകഴിഞ്ഞ് സുബിയോടടുത്ത സമയത്ത് ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്താണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനിപ്പോൾ ഇങ്ങനെ ഉറക്കുകഴിച്ചിട്ടുണ്ടെങ്കിൽ ലാൻ അശ്ഹദ സലാത്ത സുബ്ഹി ഫീ ജമാഅത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ലൈലത്തൻ. സുബഹി നിസ്കാരം ജമാഅത്തിന് പോകലല്ലേ രാത്രി മുഴുവൻ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്? റസൂൽ പഠിപ്പിച്ചത് അള്ളാഹ് കൽപ്പിച്ച ചെയ്യലാതീനി. നമ്മൾ കുറേ സന്യാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നബിയും റസൂലും കൽപ്പിച്ച വിവാഹ ജീവിതം നയിക്കലാണ് അള്ളാഹുക്കും നബിക്കും നബിമാർക്കും പൊരുത്തം. സന്യാസിയായിട്ട്
പള്ളിയിൽ അച്ഛൻ്റെ കൂടുക, ബ്രഹ്മചര്യ ആദർശിക്കുക, ദുന്യാവിൻ്റെ സുഖമൊന്നും നമുക്ക് വേണ്ട, പെണ്ണൊന്നും വേണ്ട. 1.25 ലക്ഷം നബിമാർ പെണ്ണ് കെട്ടാണ്. യഹ്യാ നബി, ഈസാ നബി വരെ 1-2 ഒഴിവുള്ളൂ, വിവാഹം ഒഴിവാക്കി. അവർ 1.25 ലക്ഷം നബിമാർ ഹൗസുല്ലാതും ഔലിയാക്കന്മാരടക്കം വിവാഹം ചെയ്ത് കഴിച്ചവരാ. അപ്പം നബിയും അള്ളയും കൽപ്പിച്ചതുപോലൊക്കെ ചെയ്യല. ഇല്ലാത്തൊരു സന്യാസം ഒന്നും ഉണ്ടാക്കണ്ട. പായരവരെ ഓർക്കൊയ്യാൻ നിൽക്കണ്ട. ഏഷാക്കും സുബിഹിക്കും ജമാഅത്തിൽ പങ്കെടുത്താൽ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഹൈറാണ്. ഇത് എൻ്റെ ക്ലാസിൻ്റെ ശ്രോതാക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കെല്ലാം എത്രയാണ് സൗകര്യം. ഇതൊന്നും ഞാൻ പല പ്രാവശ്യം എടുത്തിട്ട്, ഒരു വീട്ടിൽ 3 വാഹനമല്ലേ ഇന്ന്. ഒരു വാഹനം ഇല്ലാത്ത കാലത്ത് 11 മണി 9:30 മണി 10 മണിക്ക് ജുമഅക്കാൾ വന്നിട്ടില്ലേ? ഒരു വാഹനമില്ല, സൈക്കിളും ഇല്ലാത്ത കാലത്ത് 4, 5, 6, 7 കിലോമീറ്ററുള്ള ഒരു മഹല്ല് ഒറ്റ ജുമഅ ഉണ്ടാകുക. ആ ജുമഅക്ക് 10 മണിക്കോ 9 മണിക്കോ 9:30ക്കോ 9 റമദാനാകുമ്പോൾ 8-8:30 മണിക്ക് ജുമഅക്കാളെത്തിയില്ലേ തറാവീന്ന്. ഇന്നൊരു വീട്ടിൽ 2 വാഹനം, എന്നാലും മെമ്പറിന് എവിടെയെത്തുന്നത്? ഇമാമ 2ാമത്തെ ഖുത്ബ തുടങ്ങുമ്പം ഈ കേൾക്കുന്ന ഭയദത്രി എവിടെ പോയി സഹോദരന്മാരെ? ഒറ്റക്കായിക്കൊണ്ടുള്ള നിസ്കാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കൽ 25 ഇരട്ടി അല്ല 27 ഇരട്ടി മഹത്വം കിട്ടും എന്ന് അല്ലാഹു റസൂൽ പറയുന്നു. ആ സമയത്ത് ആ ജമാഅത്തിന് പോകുന്ന ഓരോ കാലടിക്കും, ഓരോ കാലടി വെക്കുന്നതിനും അതിന് പദവിയുണ്ട്. ജമാഅത്തിന് പോകുന്ന ഓരോ കാലടിക്കും ദോഷം പൊറുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എപ്പോഴാണ് ഇതൊക്കെ വരുന്നത്? ബാങ്ക് കൊടുക്കുമ്പോഴല്ലേ സുന്നി പ്രവർത്തകന്മാരാളുകൾ, ജമാഅത്ത് കമ്മിറ്റി മെമ്പർമാർ, 2 സുന്നീൻ്റെ പ്രവർത്തകന്മാർ, യതീംഖാന നടത്തുന്ന ആൾ ഓഫീസിൽ നിന്ന് വിഷയം പറയുന്നു, ലൈബ്രറിയിൽ നിന്ന് വിഷയം പറയുന്നു, ജംഗ്ഷനിൽ നിന്ന് വിഷയം പറയുന്നു. അവരിങ്ങനെ സുന്നത്തെ ജമാഅത്തും സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടലും ഔലിയാൾക്ക് കൂട്ടുവാനൊക്കെ വരാം. അവർ ബാങ്ക് കൊടുക്കും, പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ടാവും. സഹോദരന്മാർ, ജുമഅക്കും ജമാഅത്തിനും ഒന്നാണ് കാരണം. ജുമഅക്ക് പോകാതിരിക്കാനുള്ള കാരണം ആർക്കുണ്ടോ അവനിക്ക് മാത്രമേ ജമാഅത്ത് പോകാതിരിക്കാനുള്ള ശറഅ് അനുവദിച്ചിട്ടുള്ളൂ. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നുകൊണ്ട് പറയുന്ന, നബിയെ, ഞാൻ കണ്ടു കാണാത്ത ആളാണ്. ഈ മദീനയാണ് ഒരുപാട് തേളും പാമ്പുകളുള്ള സ്ഥലം. ഇവിടെ കൂടുതൽ വിഷമുള്ള സ്ഥലമാണ്. എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒന്ന് മൂടിയെങ്കിൽ രണ്ടാമത് വിളിച്ച് ചോദിക്കുന്നു, ഹയ്യാല സ്വലാത്ത് കേൾക്കലുണ്ടോ പള്ളിയിൽ നിന്ന്? ഉണ്ട്. എന്നാൽ നിനക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഈ പറയുന്നത് സഹിയായ ഹദീസാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കണ്ണ് കാണാത്ത പാമ്പും തേടും പിടിച്ച് കൈ പിടിക്കാൻ എനിക്ക് ആളില്ല നബിയെ. ഹയ്യ അലാ സ്വലാത്ത് കേൾക്കുന്നോ? എന്തായി ഒറ്റ ഉസ്താദ് ഇസ്ലാമിൽ എത്ര സ്പീക്കർ വെക്കും നിങ്ങൾ? എൻ്റെ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു. 15 ആൾക്ക് നിൽക്കുന്ന പള്ളിയിൽ സ്പീക്കർ വേണം. അപ്പുറം പള്ളിയിൽ 400 പള്ളി ഉള്ള 10 സ്പീക്കർ. ശബ്ദ മലിനീകരണത്തിൻ്റെ പരാതി വളരെ കൂടുതൽ. ഈ സ്പീക്കർ വെച്ചിട്ട് നിങ്ങൾക്ക് ജമാഅത്തിന് ഇത്ര കർശനം നിയമമാണ്. ബാങ്ക് കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ചളവുണ്ട്. കണ്ണ് കാണാത്ത മോക്തൂനോ എന്താ ചോദിച്ചേ? നീ ഹയ്യ അലാ സ്വലാത്ത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് എന്നാ വരണം. നമ്മൾ സ്പീക്കർ വെച്ചില്ലെങ്കിൽ ഈ ചോദ്യം നമുക്ക് വരുമോ? ഈ പള്ളിയിൽ എത്ര സ്പീക്കറും വെക്കും, എസിയും വെക്കും, എല്ലാം മുറ്റത്തത്രയും കാറും ഉണ്ട്. എന്നിട്ട് നമ്മൾ ജമാഅത്തിന് പോകാതിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അവസരത്തിൽ ചില ജമാഅത്തിന് വരാത്ത ആളുകളെ പറ്റി, ഞാൻ ജമാഅത്തിന് ഇമാമത്തിന് വേറെ ആളെ ആക്കിയിട്ട് കുറച്ച് കൂട്ടുകാരെയും കൂട്ടിയിട്ട് വെറും സംഘടിപ്പിച്ചിട്ട് വീടുകളിലേക്ക് പോകാൻ കരുതി. കാരണം ജമാഅത്തിന് വരാതെ ആളുകളുടെ വീട്ടിന് തീ കൊടുക്കാൻ വേണ്ടി കരുതിയെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്. ജമാഅത്തിന് വരാത്ത ആളുകളെ വീടുകൾക്ക് തീ കൊടുക്കാൻ വേണ്ടി ഞാൻ കരുതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ വീട്ടിൽ ജമാഅത്ത് നിർബന്ധമില്ലാത്ത രോഗികളും പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പം ജമാഅത്തിനും ജുമഅക്കും സംഗതി ഒരേ കാരണമാണ്. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ കഴിവിൻ്റെ പരമാവധി ഇന്നെല്ലാവർക്കും ഈ വാഹനമുള്ള ഒരു പള്ളി തന്നെ പോണ്ടല്ലോ. സ്കൂട്ടറും സൈക്കിളും ഇല്ലാത്ത ആളാരാ? നിങ്ങൾക്ക് എല്ലാ ജമാഅത്തായി നിസ്കരിക്കാൻ സാധിക്കുമല്ലോ. മറിച്ച് സ്കൂട്ടറുള്ളവരല്ല എപ്പോഴും മസ്ബൂക്കായിട്ട് വരുന്നത്. പിന്നെയും വയസ്സന്മാരല്ലേ എപ്പോഴും 1-ാം സഫിലുള്ളത്. എത്രമാത്രം നഷ്ടമാണ് നാം വരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബാക്കി നാളെ.